ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ 2023 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു √3 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ √3 തന്നിട്ടുണ്ട്. നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ കാണും. ആദ്യം എന്ത് ചെയ്യുക? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു √3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? സൈൻസ് എക്സ്പാൻഡ് ചെയ്യുക, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു √3ന്റെ സ്ക്വയർ 3. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അപ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, ഈ പ്ലസ് 1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -1, അപ്പോൾ 2 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 2 എന്ന് കിട്ടും. 2 ക്യാൻസൽ ആയി. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് 1. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ ആൽഫ ഈക്വൽ ടു 1/√2 കോസ് ബീറ്റ ഈക്വൽ ടു √3/2 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസിക് ആൽഫ പ്ലസ് കോസിക് ബീറ്റ ആണ്. അപ്പോൾ സൈൻ ആൽഫയാണ് നമുക്ക് 1/√2 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ സൈൻ 45 ആണ് നമുക്ക് 1/√2, അതായത് ആൽഫ എന്ന് പറയുന്നത് 45 ഡിഗ്രി. അതേപോലെ കോസ് ബീറ്റ ഈക്വൽ ടു √3/2 ആണ്. കോസ് ബീറ്റ √3/2 എന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം കോസ് 30 ആണ് √3/2. ഇനി നമുക്ക് ആ വാല്യൂ കൊണ്ടുപോയിട്ട് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസിക് ആൽഫ പ്ലസ് കോസിക് ബീറ്റയാണ് നമുക്ക് കാണുന്നത്. കോസിക് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സൈൻ ആൽഫ 1/√2 ആണെങ്കിൽ കോസിക് ആൽഫ എന്ന് പറയുന്നത് √2 എന്ന് വരും. കോസിക് ബീറ്റ എന്ന് പറയുന്നത് സൈൻ 30 1/2 ആണ്. അപ്പോൾ കോസിക് ബീറ്റ എന്ന് പറയുന്നത് 2 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ √2 + 2 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, CK × 1 - sin A × CK + tan A ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ CK എന്നുള്ളത് നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? 1/cos എന്ന് എഴുതുക. CKനെ 1/cos എന്ന് എഴുതുക. അതുപോലെ 1 - sin A അതേപോലെ തന്നെ വെക്കുക. അതിനുശേഷം CK + tan A, CK എന്ന് പറയുന്നത് 1/cos A പ്ലസ് tan A എന്ന് പറയുന്നത് sin A/cos A. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/cos A, ഇത് 1 - sin A, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ് cos A എന്നുള്ളത്, അതുകൊണ്ട് ന്യൂമറേറ്റർ 1 + sin A ഇങ്ങനെ എഴുതി ഒരുമിച്ച് എഴുതി. ഇനി 1 + sin A × 1 - sin A ഐഡന്റിറ്റി A + B × A - B എന്ന് പറയുന്നത് A² - B². അപ്പോൾ 1 - sin² A ഡിവൈഡ് ബൈ cos A × cos A എന്ന് പറയുന്നത് cos² A. നമുക്ക് ഫുള്ള് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് ന്യൂമറേറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 - sin² A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos² A, cos² A/cos² A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളത് 1 എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, √sec θ - 1/√sec θ + 1 പ്ലസ് √sec θ + 1/√sec θ - 1 എന്ന് പറയുന്നത് 2 cosec θ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് റൂട്ട് ഓഫ് ഇങ്ങനെയാണ് നമുക്കുള്ളത്, സെപ്പറേറ്റ് ചെയ്ത് √sec θ - 1/√sec θ + 1 പ്ലസ് √sec θ + 1 ഡിവൈഡ് ബൈ √sec θ - 1. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിന് ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? √sec θ - 1 ഹോൾ സ്ക്വയർ വരും പ്ലസ് √sec θ + 1 ഹോൾ സ്ക്വയർ വരും. ഡിനോമിനേറ്റർ റൂട്ടിൻ്റെ ഉള്ളിൽ sec θ + 1 × sec θ - 1 എന്ന് വരും. ഇനി ഇത് ഈ സ്ക്വയർ റൂട്ടും ഈ സ്ക്വയറും കൂടി ക്യാൻസൽ ആയി പോയിട്ട് sec θ - 1 ഇവിടെയാണെങ്കിൽ sec θ + 1 വരും. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് A + B × A - B, അപ്പോൾ sec² θ - 1 വരും. sec² θ - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan² θ ആണ്. ന്യൂമറേറ്ററിൽ നമുക്ക് +1 ഉം -1 ഉം ക്യാൻസൽ ആയി 2 sec θ, sec θ + sec θ 2 sec θ എന്ന് കിട്ടി. ഇവിടെയാണെങ്കിൽ റൂട്ടിനുള്ളിൽ നമുക്ക് എന്ത് വന്നു? tan² θ എന്ന് വന്നു.
അപ്പോൾ ഇത് ടു സീക് തീറ്റ ബൈ ടാൻ തീറ്റ, റൂട്ട് പോകുമ്പോൾ ടു സീക് തീറ്റ ബൈ ടാൻ തീറ്റ എന്ന് വരും. ടു സീക് തീറ്റ ബൈ ടാൻ തീറ്റ. ഇനി എന്ത് ചെയ്യുക, ഈ ടു സീക് തീറ്റ എന്ന് പറയുന്നത് 2/cos ആണ്, കോസ് തീറ്റ. ഇനി ടാൻ തീറ്റേനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ആ കോസ് മുകളിൽ പോകും, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കോസ് കോസ് ക്യാൻസൽ ആയിട്ട് 2/sin തീറ്റ എന്ന് വരും. 2/sin തീറ്റ എന്ന് പറഞ്ഞാൽ 2 കൊസിക് തീറ്റ. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അടുത്ത ക്വസ്റ്റ്യൻ 1 + sec തീറ്റ ബൈ sec തീറ്റ ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ 1 - cos സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം 1 + sec തീറ്റ ബൈ sec തീറ്റ ആണുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം sec തീറ്റ എന്ന് പറയുന്നത് 1/cos തീറ്റ എന്ന് മാറ്റുക. അപ്പോൾ 1/cos തീറ്റ ഡിവൈഡ് ബൈ 1/cos തീറ്റ എന്ന് വന്നു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. cos തീറ്റ പ്ലസ് 1/cos തീറ്റ ഡിവൈഡ് ബൈ 1/cos തീറ്റ എന്ന് വന്നു. ഇവിടെ cos തീറ്റ നമുക്ക് ക്യാൻസൽ ആയിട്ട് 1 + cos തീറ്റ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, 1 + cos തീറ്റ എന്നുള്ളത് പ്ലസ് cos തീറ്റ ഇൻറ്റു നമ്മളൊരു 1 - cos തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുന്നു. അപ്പോൾ 1 + cos തീറ്റ ഇൻറ്റു 1 - cos തീറ്റ എന്ന് പറഞ്ഞാൽ 1 - cos സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 1 - cos തീറ്റ എന്ന് വന്നു. അപ്പോൾ 1 - cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ ബൈ 1 - cos തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ അതതുപോലെ ചെയ്യാം. അടുത്തത് 6th ക്വസ്റ്റ്യൻ 4 cot square 45 minus sec square 60 plus sin square 60 plus p equal to 3/4. Then find the value of p എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 cot square 45, cot square 45 tan 45 1, അപ്പോൾ cot square 45 1 തന്നെ, മൈനസ് cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ sec 60 എന്ന് പറയുന്നത് 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ഇനി സൈൻ സ്ക്വയർ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ √3/2 എന്ന് പറഞ്ഞാൽ 3/4 അതിനെ സ്ക്വയർ ചെയ്യുക. പ്ലസ് പി ഈക്വൽ ടു 3/4. അപ്പോൾ ഇവിടെ നമുക്ക് 4 and 0 പ്ലസ് 3/4 പ്ലസ് പി ഈക്വൽ ടു 3/4. അപ്പോൾ ഇവിടെ 3/4 ക്യാൻസലായി പി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്തത് 5 cos square 60 plus 4 sec square 30 minus tan 45 divided by sin square 30 plus cos square 30. sin square 30 cos square 30 നമുക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ 1 ആയി മാറും. ഇനി 5 ഇൻറ്റു cos square 60. cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. 1/2ൻ്റെ സ്ക്വയർ 1/4 പ്ലസ് 4 ഇൻറ്റു sec 30 എന്ന് പറയുന്നത്, അതായത് cos 30 എന്ന് പറഞ്ഞാൽ √3/2, sec 30 എന്ന് പറഞ്ഞാൽ 2/√3. 2/√3ൻ്റെ സ്ക്വയർ, 2/√3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4/3 വരും. മൈനസ് tan 45 1 ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30 1. അല്ലെങ്കിൽ വാല്യൂ കൊടുത്താൽ അത് 1 ആയി മാറും. സൈൻ 30 1/2. അപ്പോൾ 1/4 പ്ലസ് കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ 3/4 വരും. 4/4 1 ആയി. ഇനി 5/4 പ്ലസ് 16/3 മൈനസ് 1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി LCM എടുക്കുക. 12 LCM ആവുമ്പോൾ ഇതിനെ 5 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15, ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64, ഇവിടെ 12 കൊണ്ട് മൾട്ടിപ്ലൈ മൈനസ് 12. അപ്പോൾ നമുക്ക് ആൻസർ 67 ഡിവൈഡ് ബൈ 12 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ 67/12. അടുത്ത ക്വസ്റ്റ്യൻ tan θ പ്ലസ് sec θ മൈനസ് 1 tan θ മൈനസ് sec θ പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് sin θ ബൈ cos θ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് LHS tan θ പ്ലസ് sec θ മൈനസ് 1 എന്നുള്ളതിന് നമ്മൾ ഐഡൻറ്റിറ്റി കൊടുക്കുന്നു. അതായത് sec സ്ക്വയർ θ മൈനസ് tan സ്ക്വയർ θ എന്നുള്ള ഐഡൻറ്റിറ്റി അവിടെ കൊടുക്കുക 1ന് പകരം. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിനെ ഇനി ഒന്നും ചെയ്യേണ്ട, tan θ മൈനസ് sec θ പ്ലസ് 1. ഇനി അടുത്തത് നമ്മൾ tan θ പ്ലസ് sec θ മൈനസ് ഇതിനെ നമ്മൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എന്ത് വരും, sec θ പ്ലസ് tan θ ഇൻറ്റു sec θ മൈനസ് tan θ എന്ന് വരും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇനി ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ എഴുതുക, tan θ മൈനസ് sec θ പ്ലസ് 1.
ഇനിയിപ്പോൾ ഇവിടെ ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കുന്നു. ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ എന്നുള്ളത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ബാക്കി 1 മൈനസ് ഈ മൈനസ് അതേപോലെ മൈനസ് ഇട്ടു. ഇനി എന്താ ബാക്കിയുള്ളത്? സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഒന്നും ചെയ്യുന്നില്ല, അതേപോലെ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 മൈനസ് സീക് തീറ്റ, ഈ മൈനസ് കൂടി പ്ലസ് ആയി, ടാൻ തീറ്റ ഡിവൈഡ് ബൈ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1 എന്ന് വരും. ഇതും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റയാണ്. സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എന്നുള്ളത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല? 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ സീക് തീറ്റനെ നമുക്ക് എന്ത് ചെയ്യാം? 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. അതുപോലെ ടാൻ തീറ്റനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കിട്ടി 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.